അപ്പോൾ ഇതിൻ്റെ കാരണം എഞ്ചിനീയറിംഗ് മോശമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അതാണ് എല്ലാവർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും എഞ്ചിനീയറിംഗിന് അതിൻ്റെതായ ഏതെങ്കിലും ഇതുപോലെ കോളേജിൽ പഠിച്ച കുറച്ച് പേരെ നമ്മൾ കണ്ടെത്തണം. നമസ്കാരം. +2+ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, +2 കഴിഞ്ഞവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികാട്ടിയാവുകയാണ് +2+ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇനി എന്തിനു പോകണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചവരുണ്ടാകും, തീരുമാനമെടുക്കാത്തവരും ഉണ്ടാകും. എല്ലാവർക്കും മുന്നോട്ടുള്ള വിദ്യാഭ്യാസ യാത്രയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി 3 അതിഥികൾ ഈ പ്രോഗ്രാമിൽ നമുക്കൊപ്പം ചേരുകയാണ്. വിദ്യാഭ്യാസ വിദഗ്ധൻ വി ലവകുമാർ, എലാൻസ് ലേണിംഗ് ആപ്പ് ഡയറക്ടർ ഹബീബ് റഹ്മാൻ ACCA, എക്സാം വിന്നർ ലേണിംഗ് ആപ്പ് MD അലക്സ് തോമസ്. 3 അതിഥികൾക്കും സ്വാഗതം. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. അതായത് ഇനി എന്തിനു പോകണം, എങ്ങനെ പോകണമെന്ന് ആലോചിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന സ്ക്രോളിലുള്ള നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകും. ഓക്കെ, നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്ന് അലക്സ് തോമസിലേക്ക്. ഇത്തരത്തിൽ അധ്യാപക രംഗത്ത് നിന്നുകൊണ്ട് മാർഗനിർദ്ദേശം നൽകുന്ന ചിലർ. അലക്സ് തോമസ്, ഇപ്പോൾ ഈ +2 സയൻസ് കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മെഡിക്കൽ രംഗത്തേക്ക് ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങുന്നു. ഇപ്പോഴും അതിനുള്ള ഒരു സ്കോപ്പ് എന്താണ്? അപ്പം നമ്മൾ ആ ഒരു ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ കുറേ സ്റ്റുഡൻസ് +2 പഠിക്കുന്നവരാവട്ടെ, +2 കഴിഞ്ഞവരാവട്ടെ, എല്ലാവരും വന്ന് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, സാർ എഞ്ചിനീയറിങ്ങിനാണോ മെഡിക്കലിനാണോ പോകേണ്ടത്? വീട്ടുകാർ ഇതിന് പോകാൻ പറഞ്ഞു വിടുന്നു, ഇതിന് പോയാൽ മതി എന്ന് പറയുന്നു. ഇത് റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സാണോ? ഇത് ചെയ്താൽ കാര്യമുണ്ടോ എന്ന് ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്ന് പറഞ്ഞ ട്രെൻഡ് ഒരിക്കലും ഇതുവരെയായിട്ട് മാഞ്ഞു പോയിട്ടില്ല, കുറഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ 10 വർഷം മുൻപായിരുന്നെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം എടുക്കട്ടെ, എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകാൻ കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ നല്ലൊരു ജോലിയും നല്ലൊരു സാലറി പാക്കേജൊക്കെ കിട്ടി കരിയർ സേഫ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും എഞ്ചിനീയറിങ്ങിന് അതിൻ്റെതായ റെലവൻസ് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. ഓരോ വർഷവും 15 ലക്ഷത്തോളം എഞ്ചിനീയേഴ്സാണ് ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വെറും 2.5 ലക്ഷം എഞ്ചിനീയേഴ്സിന് ജോലി കിട്ടാറുള്ളൂ. അതായത് ഏതാണ്ട് 80% എഞ്ചിനീയേഴ്സിനും ജോലിയില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എഞ്ചിനീയറിംഗ് മോശമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. എഞ്ചിനീയറിംഗ് മോശമായുള്ളൊരു കോഴ്സ് ആയതുകൊണ്ടാണോ? അല്ല. 15 ലക്ഷം എഞ്ചിനീയേഴ്സിന് ഓരോ വർഷവും ഇന്ത്യയിൽ ജോലി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ഡിമാൻഡ് ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പം ഏതൊരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും അതിലേറ്റവും ബെസ്റ്റ് നല്ല കോളേജിൽ പഠിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെതായ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതേപോലെ എഞ്ചിനീയറിങ്ങിലും നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നല്ല കോളേജിൽ പഠിച്ചു തീർക്കുന്നവർക്ക് വളരെ നല്ല കരിയേഴ്സ് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഒരിക്കലും, അല്ലെങ്കിൽ മെഡിക്കൽ ഒരിക്കലും റെലവൻസ് നഷ്ടപ്പെടുന്നില്ല. ഇനി അങ്ങോട്ട് ടെക്നോളജിയുടെ കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. പുതിയ ഡിജിറ്റൽ ഏജിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു റെലവൻസ് കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആകെ നമ്മളൊരു കുട്ടിയുടെ സ്ഥാനത്ത്, ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിൽ ഒരു മോശമില്ല, വളരെ നല്ല കാര്യമാണ്, മെഡിക്കലാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ എവിടെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ NITസോ IITസോ IIITസോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയാണെങ്കിൽ GEC, KEAM അങ്ങനെ നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കോളേജസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവിടെ നന്നായിട്ട് പഠിച്ചാൽ വളരെ നല്ല കരിയർ ഇപ്പോഴും എഞ്ചിനീയറിംഗിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരെ മറിച്ച് പ്രൈവറ്റ് കോളേജിലൊക്കെ ഫീസൊക്കെ കുറച്ച് എക്സ്ട്രാ കൊടുത്ത് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ആണ് ഗ്രാജുവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. അത് എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ഈക്വലി റെലവൻ്റ് ആയിരിക്കും. +2+ തുടരുന്നു. അലക്സ് തോമസിലേക്കാണ്. ശ്രീ അലക്സ് തോമസ്, നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ അത് പഠിക്കുന്ന ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കലും? തീർച്ചയായിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ലവകുമാർ സാറും ഹബീബ് റഹ്മാൻ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ, എവിടെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എന്ത് ക്വാളിറ്റിയിൽ പഠിക്കുന്നു, അവിടെ തന്നെ ആയിരിക്കും ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കരിയറും വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കുറേ സ്റ്റുഡൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ചെയ്യണോ മെഡിക്കൽ ചെയ്യണോ, അപ്പം എനിക്ക് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം, നിങ്ങൾ എഞ്ചിനീയറിംഗ് മെഡിക്കലും നിങ്ങൾക്ക് എന്താണോ ഓൾറെഡി തീരുമാനിച്ച് വെച്ചാൽ നിങ്ങൾ അതിൽ പെർസ്യൂ ചെയ്തോളൂ. പക്ഷെ അതേസമയം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്ത്യയിൽ തന്നെ നിരവധി കരിയർ ഓപ്ഷൻസ് ഉണ്ട്, നിരവധി കോഴ്സസ് ഉണ്ട്, നിങ്ങൾ അറിയാത്ത നിരവധി കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഇവർ ഓൾറെഡി നമ്മുടെ ഈ ഷോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറൊക്കെ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആക്ച്വലി സ്വയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഡിജിറ്റൽ ഏജിൽ
ജസ്റ്റ് നമ്മൾ ഓൺലൈൻ പോയി ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ജസ്റ്റ് ഈ പറഞ്ഞ കോഴ്സുകളെ പറ്റി ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ ഇൻ മലയാളം BCom ഇൻ മലയാളം അല്ലെങ്കിൽ ACCA ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ നിരവധി വീഡിയോസ് പലരും 100ഓളം വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്. അതിലും പല വീഡിയോസും മിക്ക വീഡിയോസും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം +2 കഴിഞ്ഞ ഒരു കുട്ടി തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഇതിനെപ്പറ്റി സ്വയം ഒരു ഇൻഡിവിജ്വൽ ബേസിസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്ന് റിസർച്ച് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് യൂട്യൂബ് ഉപയോഗിക്കാം. അതിനുശേഷം പല പല ഉണ്ട്, ബ്ലോഗ്സ് ഉണ്ട്, കോര എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസിലൊക്കെ വായിക്കുക. പക്ഷേ എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ടും ഈ ഓരോ ആർട്ടിക്കിൾസ് വായിച്ചിട്ട് ഒരിക്കലും ഒരു ഒപ്പീനിയൻ അല്ലെ ഒരു ഡിസിഷൻ ഡയറക്റ്റ്ലി ജനറേറ്റ് ചെയ്യരുത്. ഒരു ഡിസിഷൻ അത് ബേസ്ഡ് ആയിട്ട് അങ്ങനെ എടുക്കരുത്. അതൊരു മോശമായ സ്ട്രാറ്റജി ആയിരിക്കും. അതിനെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അൺബയസ്ഡ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കാരണം പല വീഡിയോസിലും ഈ പറഞ്ഞ ആർട്ടിക്കിൾസിലൊക്കെ ചിലപ്പം ബയസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കോഴ്സിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും, വളരെ നന്നായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു ഒപ്പീനിയൻ അതൊന്ന് ഫോം ചെയ്യരുത്, മനസ്സിലാക്കുക ഇൻഫർമേഷനൊക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് 3ാമത്തെ സ്റ്റെപ്പാണ്. അതാണ് എല്ലാവർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു കോഴ്സിനെ പറ്റി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ കോഴ്സ് പഠിക്കുന്നവരോ അല്ലെ അത് കഴിഞ്ഞവരോ, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് പഠിച്ച് കഴിഞ്ഞവരോ അല്ലെ പഠിക്കുന്നവരോ അടുത്ത് നിങ്ങൾ എങ്ങനെയും കോൺടാക്ട് ചെയ്യണം. ഇപ്പം ഒരു 5 വർഷം മുൻപായിരുന്നെങ്കിൽ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ IIM-ലാണ് പഠിച്ചത്. ഞാൻ IIM-ൽ കയറുന്നതിന് മുൻപ് എനിക്ക് IIM-ലെ എങ്ങനെയാണ് അവിടെ കയറി വന്നാൽ എങ്ങനെയായിരിക്കും, അവിടുത്തെ ജോലി സാധ്യതകൾ എന്തായിരിക്കും, അവിടുത്തെ ക്ലാസ് എങ്ങനെയായിരിക്കും, എനിക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എങ്കിലും അത് മോശമായിട്ട് പോയില്ല. എങ്കിലും ആ ഒരു ഐഡിയ കുറച്ചും കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് നമുക്ക് ആ കോളേജിലേക്ക് കയറാം, ആ കോഴ്സിനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ റീലൊക്കെ എല്ലാവരും നോക്കും. അതിന് ആ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമുക്ക് ഈ ഒരു യൂസിന് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പല നല്ല കോളേജസിലും ഇപ്പോൾ IITs ആയിക്കോട്ടെ, NIDs ആയിക്കോട്ടെ, ഇനി ACCA കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, അവരോടൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പലരും വളരെ ഹെൽപ്ഫുൾ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മലയാളീസ് ആണെങ്കിൽ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാന്നാണ് ഇവർ ചെയ്യേണ്ടത്. ശരി, എന്താണ് ശരിക്കത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, എന്തൊക്കെയാണ് ആ കോളേജിൽ നടക്കുക അല്ലെ കോഴ്സിൽ നടക്കുക എന്ന് മനസ്സിലാക്കണം.